ആകെ കലങ്ങി നിൽക്കണ പൂരഞ്ഞ് ഞാൻ കലക്കേണ്ട കാര്യമില്ല. അത് ആകെ കലങ്ങിയിട്ട് എന്തായാലും പറയാം. പണ്ടൊരു സാധനം ഉണ്ടായി, പേരിട്ടില്ല, ഒരു നാടൻ പേര്, നന്നാറി സർവത്തൊന്നുമല്ല, ഇതൊക്കെപ്പാടെ കൂട്ടിയിട്ടൊരു സാധനമുണ്ട് എന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുക എല്ലാവരും. എന്താ അറിയോ, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് ADGP അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഭയങ്കര തീരുമാനമാണ് കേട്ടോ, ഭയങ്കര തീരുമാനമാണ് കേട്ടോ തൃശ്ശൂരെടുത്തതേ. വല്ല കാര്യമുണ്ടോ? ആ കസാലിൽ നിന്ന് മാറ്റി അപ്പുറത്തെ കസാലിക്കാൻ ഞാൻ കൊടുത്ത അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തിൻ്റെ രേഖകൾ മാത്രം മതി ഈ ചങ്ങാതിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കാൻ. ഇനിയിപ്പോൾ അതിന് കൈയൊട്ടാൻ നിൽക്കുക എല്ലാവരും. ഏത് ADGPനെ മാറ്റിയോ അല്ലേ? വെറുതെ വിഡ്ഢികളാ നിൽക്കേണ്ട ജനങ്ങളെ നിങ്ങൾ. സസ്പെൻഡ് ചെയ്ത് PHQവിനെ പുറത്ത് നിർത്തണം അവനെ, ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ. PHQ എന്ന് പറഞ്ഞ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്ത് നിർത്തണം. താക്കോല് വാങ്ങണം, എൻ്റെ അടുത്ത് ഫോണ് വാങ്ങണം, അവൻ്റെ മെയിൽ ID വാങ്ങണം. ഈ പോലീസുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യണം. കള്ളിമുണ്ടെടുത്ത് നടത്തിവിടണം, കാക്കി അഴിച്ചു വെച്ചിട്ട്. എന്നിട്ട് സത്യസന്ധമായി അന്വേഷണം നടത്തണം. ഒന്നും നടക്കൂല കൂട്ടരെ, മനസ്സിലായോ? ഞാകെ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ, നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചോളൂ, അത് നമുക്ക് ജുഡീഷ്യറിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കട്ടെ. ഹൈക്കോടതി അടുത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, കോൾ ഫോർ ചെയ്യാലോ. അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ. അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കട്ടെ. തെളിവ് PV അൻവർ ലോറി കൊണ്ടുപോയി കൊടുക്കും. എങ്ങനെ? ലോറിയിൽ. ഇനി ഒരു തെളിവ് വലിക്കാൻ കൊടുക്കൂല. അത് കിട്ടുന്ന ചാരി ഇരിക്കും വേണ്ട. ഇതൊന്ന് മാറി തിരിഞ്ഞ് വേറെ ആരെങ്കിലും വരുമോ നമുക്കൊന്ന് നോക്കാം. കൊടുത്തത് തന്നെ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുത്തത് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അൻവറാക്ക തെളിവ് പുറത്ത് വിടുവോ, തെളിവ് പുറത്ത് വിടുവോ ചാരി നിൽക്കണ്ട. ഓരോന്നും വിടണില്ല. ഇവരൊന്ന് അന്വേഷിച്ച് പോട്ടെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത റൗണ്ട് കോടതി വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. എന്താ അപ്പം ഇനിയുണ്ട്. നിങ്ങളും കുഴങ്ങിക്കണ്, ഞാൻ കുഴങ്ങിയിട്ടില്ല, എൻ്റെ കാല് ധരിക്കണില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ താനൂരൊക്കെ നമുക്ക് പറയാൻ നിൽക്കുകയാണ്. CBI ഒന്ന് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും അറിയാലോ, ഇതൊക്കെ പച്ചയായ പ്രപഞ്ചമായ സത്യമല്ലേ.